ബിഗ് ബോസ് സീസൺ 7 അങ്ങനെ നൂതില ചെരുപ്പ് ഫാക്ടറി ടാസ്ക് ആരംഭിച്ചിരിക്കുകയാണ്. നൂറയ്ക്ക് അങ്ങനെ തൊഴിലാളികളോട് മാത്രമല്ല പുറത്തുനിന്ന് വരുന്ന ആൾക്കാരോട് സംസാരിക്കാനുള്ള ഒരു അവസരം നൂറ എല്ലാവർക്കും ഒരുക്കി കൊടുക്കുകയാണ്. ആ സമയത്ത് അനുമോളും അതേപോലെ തന്നെ അനീഷ്, പ്രവീണ്, രണ ഫാത്തിമ ഇവരാണ് സംസാരിക്കാൻ വേണ്ടി വരുന്നത്. മേഡം ഞങ്ങൾക്ക് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഭയങ്കര കർക്കശക്കാരിയാണ് നൂറ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ദേഷ്യം വരികയും എല്ലാം ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കണം എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. ആ സമയത്ത് നൂറ പറയുന്നുണ്ട്, എനിക്ക് അവരോട് സംസാരിക്കാനൊന്നും ഇപ്പോൾ താല്പര്യമില്ല, ആ ഒരു ചെറിയ കുട്ടീനെ വിളിക്കുകയെന്ന് പറഞ്ഞാൽ റെന ഫാത്തിമേനെയാണ് വിളിക്കുന്നത്. അനുമോളൊക്കെ കുറേ നേരം പുറകെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ റെന ഫാത്തിമയും നടക്കുന്നുണ്ട്, സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവരും പുറകെ നടന്ന് സംസാരിക്കുന്നുണ്ട്. അനുമോൾ നൂറേൻ്റെ അടുത്ത് താനായപ്പോൾ പറഞ്ഞു, എനിക്ക് ഇവരോടല്ല സംസാരിക്കാൻ താല്പര്യമുള്ളത്, എനിക്ക് സംസാരിക്കാൻ താല്പര്യമുള്ളത് ആ ചെറിയ കുട്ടിയോടാണ്. അങ്ങനെ റെന ഫാത്തിമ വരുന്നു. റെന ഫാത്തിമ പറയുന്നു, ജിഷൻ മേഡത്തിൻ്റെ കൂടെ നിന്ന് മേഡത്തിനെ ചതിക്കാൻ നോക്കിയ ഒരു മാനേജറാണ്. കാരണം എൻ്റെ വകയിലുള്ള ഒരാൾ ഈ കമ്പനിയിലാണ് ആദ്യം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് മേഡത്തിനെ കൊല്ലാൻ വേണ്ടി ജ്യൂസിനകത്ത് വിഷം കലക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഞാൻ അറിഞ്ഞില്ലല്ലോ, ഞാനത് കുടിച്ചില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് നൂറ. അത് മേഡം കുടിക്കില്ല, കാരണം തൊഴിലാളികൾക്ക് ഒരുമിച്ച് കലക്കിയ ജ്യൂസായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അത് കുടിച്ചൊരു തൊഴിലാളിയായിരുന്നു മരിച്ചത് മേഡത്തിന് പകരം. ജിഷൻ പറയുന്നുണ്ട്, മേഡം ഞാൻ ഇപ്പോൾ വരാം, ഒരു കാര്യം കൂടെ നോക്കിയിട്ട് മേഡത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കാനുള്ളത് കൊണ്ട് എനിക്ക് ഒരാളുമായിട്ട് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം നൂറ് ചോദിക്കുന്നുണ്ട്, താങ്കൾ പോയി കഴിഞ്ഞാൽ എൻ്റെ കാര്യം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആര് നോക്കുന്നു ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും പുറത്ത് നിന്നിട്ട് അനുമോൾ പറയുന്നുണ്ട്, ഞാൻ നോക്കാം മേഡം, ഞാൻ നോക്കാൻ തയ്യാറാണെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ അനുമോൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടാസ്ക് വരുമ്പോൾ നല്ല രീതിയിൽ ടാസ്ക്കായിട്ട് തന്നെ അത് അഭിനയിച്ച് നന്നായി നമുക്ക് പെർഫോമൻസ് കാഴ്ചവെക്കണമെന്ന് മസ്താനിയോട് പറഞ്ഞു.